തിരിച്ചു വരവാണ്. ലാലേട്ടൻ ഇത്രയും കാലം സത്യം പറയാൻ സന്തോഷം കൊണ്ട് കണ്ണ് നിറയണമെന്ന് പറയാം. അത്രയ്ക്ക് കിട്ടും പടം. എന്റെ മാതാവേ, ഞങ്ങൾ എന്തൊക്കെയാണ് ഈ കാണുന്നത്? തിരിച്ചു വരും ലാലേട്ടൻ ഈസ് ബാക്ക്. രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്ന പടമാണ്. അന്യായം അണ്ണാ, അന്യായം. ലാലിന്റെ പെർഫോമൻസ് പോയെന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ട്, എവിടെയും പോയിട്ടില്ല. മനോഹരം, ഗംഭീര സർവീസിലേക്ക്. നല്ല വാർത്തയാണല്ലോ. ഓർമ്മയുണ്ടോ? ഒരു സ്പൂഫ് പടം ഉണ്ടാക്കാനാണോ മിസ്റ്റർ ബി ഉണ്ണികൃഷ്ണൻ നിങ്ങൾ മോഹൻലാലിനെ വെച്ച് സിനിമ എടുത്തത്? കംപ്ലീറ്റ് ആക്ടറുടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കുറെ പെർഫോമൻസുകളും ഇങ്ങനെ വെറുപ്പിച്ച് കൈ തരാം എന്ന് കാണിച്ചിരുന്ന സിനിമയാണ് എലോൺ. അന്ന് തല കുറിച്ച് ഇറങ്ങി പോയതാ, അതൊന്ന് ഓർക്കണമെന്ന്. അടിപൊളി. എങ്ങനെ ചെയ്തു? ലാലേട്ടൻ എങ്ങനെ ഒരു സിനിമ ചെയ്യണം നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ഇതാണ്. ഇനിയാണ് കളി, ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. സിനിമ ഇഷ്ടപ്പെടണമെങ്കിൽ ആ സിനിമ നമ്മളുമായിട്ട് കണക്ട് ആവണം. അങ്ങനെ കണക്ട് ആയിട്ട് വർഷങ്ങളായി ഞാനൊരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് ഐ ലോസ്റ്റ് ദാറ്റ് ടച്ച്. ഐ എം നോട്ട് കോൺഫിഡന്റ് എനിമോർ. ക്ലൈമാക്സ് ഞാൻ പറയൂലേ, നമ്മൾ കൈയടിച്ചു പോകും. പണ്ഡിതൻ വിവേകി ആറാട്ടിക്കാന്ന് പറയാം. കേട്ടില്ലേ? ഊന്നൊരു വാക്കാ വായിന്ന് വീണ അതിന് തറവാട്ടിൽ എതിർവാക്കി കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. നല്ല സിനിമയായിരുന്നു. കിടലായിട്ടുണ്ട്. ലാലേട്ടന്റെ തിരിച്ചുവരവാണ്. ഇങ്ങനെ വേണം അഭിനയിക്കാൻ. ആ തിരക്കഥയ്ക്ക് തന്നെ കൈയടി കൊടുക്കണം. ജിത്തു ജോസഫ് ആൻഡ് ശാന്തി മായാദേവി തന്നെ ചെയ്യണം. കാരണം ലാലിന്റെ പെർഫോമൻസ് എടുത്ത് പറയണം. നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങിയാലോ? നിന്റെ കൂടെ ഞങ്ങളുണ്ടാ. പഴയ ഒരു ഉഷാർ വന്നു. അതാണല്ലോ നമുക്കും വേണ്ടത്. നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാലേ ഉത്സവം ഒന്ന് കൊഴുകൊഴുക്കും. നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി. സിനിമയിലെ തിരക്കഥയിലെന്ന പോലെ കുറച്ചൊരു വാചകമുണ്ട്, എനിക്ക് എന്റെ പിള്ളേരുണ്ടാകും. അപ്പൊ നടക്കട്ടെ, നല്ല ഇടിവെട്ടായിട്ട്.